ബാർലിക്കുളം റോഡിൽ ഇത്തവണയും വെള്ളക്കെട്ട് രൂക്ഷം. നഗരസഭയും വില്ലേജ് അധികൃതരും നടപടിയെടുക്കുന്നില്ലെന്ന് വാർഡ് കൗൺസിലർ. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. പൊന്നാനി നഗരസഭയിലെ ബാർലിക്കുളത്തിന് സമീപത്തെ റോഡ് വെള്ളക്കെട്ട് മൂലം യാത്രായോഗ്യമല്ലാത്ത സാഹചര്യമായിരിക്കുകയാണ്. കാലവർഷം ആരംഭിച്ചാൽ 3-4 മാസക്കാലം ഇതേ രീതിയിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. ഹൈവേ നിർമ്മാണം ആരംഭിച്ചതു മുതലാണ് ഇതിനുള്ള സാഹചര്യമുണ്ടായതെന്നും അധികൃതർ ഗൗരവമായി കാണുന്നില്ലെന്നും നഗരസഭയെയും വില്ലേജ് ഓഫീസറെയും ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണെന്നും വാർഡ് കൗൺസിലർ ശ്രീകല വ്യക്തമാക്കി. റേഷൻ കടയിൽ നിന്ന് ആള് വിളിക്കാനനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ കാനരിക്ക് ഒരാളും വണ്ടി കരിയായിട്ട് പോകുമ്പോൾ ആൾ മറിഞ്ഞെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും അപകടമായിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും മുനിസിപ്പാലിറ്റി ചെയ്യണം. നമ്മൾ എൻ എച്ചിൻ്റെ റോഡ് പണിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ വിഷയങ്ങൾ വല്ലാതെ എന്നും വെള്ളക്കെട്ടുണ്ടെങ്കിലും ഇത്രമാത്രം രൂക്ഷമാവാറില്ല. ഇതിപ്പോൾ എൻ എച്ചിൻ്റെ ഒരു വർക്ക് കൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള. അപ്പോൾ എൻ എച്ചിനോടും ഞങ്ങൾ അതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ ഒരു കാന പണിയാൻ പറഞ്ഞിട്ടുണ്ട്. അത് എൻ എച്ചും ചെയ്തില്ല. മുനിസിപ്പാലിറ്റിയോട് നമ്മൾ പല പ്രാവശ്യം ഈ റോഡിൻ്റെ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാർഡിൻ്റെ ഭാഗമായ കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സ്കൂൾ കുട്ടികൾ, യൂണിറ്റി സ്കൂൾ, AVI സ്കൂൾ, മറ്റ് സ്കൂളുകൾക്കും ഈ റോഡിൽ കൂടിയാണ് കുട്ടികൾ പോണത്. അവർക്കും അപകടം ഉണ്ടാവാറുണ്ട്. ഇന്ന് വലിയൊരു അപകടമാണ് ഇവിടെ ഒഴിവായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം. അതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസറെ സ്ഥലത്ത് കൊണ്ടുവരികയും വെള്ളക്കെട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇദ്ദേഹവുമായി നടന്നു കാണുകയും ചെയ്തതാണ്. എന്നാലും നടപടി എടുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. AVI ഹൈസ്കൂൾ, പൊന്നാനി ഗേൾസ്, വിജയമാത തുടങ്ങിയ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് 100 കണക്കിന് വിദ്യാർത്ഥികൾ പോകുന്ന പ്രദേശത്താണ് മുട്ടോളം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. ഇതുമൂലം രോഗഭീതിയുള്ളതായും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു.